ശാന്തി. 18:1:70 അവ്യക്ത മഹാവാക്യങ്ങളുടെ തുടർച്ച. ബാബ്ദാദ വിൽ പവർ വരുന്നതിനുള്ള മാർഗമാണ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നുകൊണ്ടിരുന്നത്. ഏതുപോലെ ബ്രഹ്മബാബ തൻ്റെ ആദ്യത്തെ ചുവട് വെച്ചത് സർവസ്വവും ബാബയിൽ സമർപ്പിച്ചു, ബാബയ്ക്ക് വിൽ ചെയ്തു. അപ്പം അതേപോലെ ബാബ നമ്മളോടും ചോദിക്കുകയാണ്, വിൽ കർണേമേ ദേരി തോ നഹിക്ക്, വിൽ ചെയ്യുന്നതിൽ ഒട്ടും വൈകിയില്ലല്ലോ. ജോ ബി ബുരായി ഹേ അന്തർ വ ബാഹർ, എന്തെല്ലാം മോശമായിട്ടുള്ളതുണ്ടോ അകത്തായിരുന്നാലും ശരി പുറത്താണെങ്കിലും, വ സമ്പൂർണ്ണ വിൽ നഹി കീ ഹേ തബ് തക് വിൽ പവർ ആ നഹി സക്തി, അതെല്ലാം പൂർണ്ണമായ രീതിയിൽ വിൽ ചെയ്യുന്നില്ല എങ്കിൽ വിൽ പവർ വരികയില്ല. അപ്പം നമ്മളിൽ വിൽ പവർ വരണമെങ്കിൽ അകത്തും പുറത്തും നമ്മൾ ശുദ്ധമായിട്ടിരിക്കണം എന്ന് ബാബ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്തെല്ലാമാണോ അഴുക്കുകൾ നമ്മുടെ അകത്തുള്ളത് അതുപോലെ തന്നെ പുറത്തും ഉള്ളത്, അതെല്ലാം നമ്മൾ ബാബയ്ക്ക് വിൽ ചെയ്യണം, സമർപ്പിക്കണം. അങ്ങനെയാണെങ്കിലേ നമ്മളിൽ ആ ശക്തി വരികയുള്ളൂ. സാകാറിനെ കുറിച്ച് സോച്ചാക്ക, സാകാര ബാബ എന്തെങ്കിലും ചിന്തിച്ചോ? കി കൈസേ ഹോങ്ക, ക്യാ ഹോങ്ക, യഹ് കബ് സോച്ച, എങ്ങനെ ഇതൊക്കെ നടക്കും, എന്ത് സംഭവിക്കും, ഇങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിച്ചോ സാകാര ബാബ? അഗർ കോയി സോച്ച് സോച്ച് കർ വിൽ കർത്താ ഹേ തോ ഉസ്കാ ഇത്തന ഫൽ നഹി മിൽത്ത, അങ്ങനെ ചിന്തിച്ചിട്ടാണ് വിൽ ചെയ്യുന്നത് എങ്കിൽ അതിനത്രയും ഫലവും കിട്ടുകയില്ല. ജൈസെ ഝാട്ടാക്കു ഔർ ബിഗർ ഝാട്ടാക്കു കാ ഫറക് ഹോത്താ ഹെ. അപ്പോൾ ഏതുപോലെ ബലിയർപ്പണം ചെയ്യുന്ന മൃഗം അത് ഒറ്റയടിക്ക് തന്നെ അത് അർപ്പണം ചെയ്യുകയാണ്, അതങ്ങനെ മുറിയുകയാണെങ്കിൽ അത് തന്നെ ബലിയായി സ്വീകരിക്കുകയുള്ളൂ ദേവിമാർ. അതേപോലെ തന്നെ ബാബ പറയുകയാണ്, അങ്ങനെ ഒറ്റയടിക്ക് ബാബയുടെ അടുത്ത് ബലി അർപ്പിക്കുന്നതും വേണോ വേണ്ടയോ ശരിയോ തെറ്റോ ഇങ്ങനെ ആലോചിച്ചതിന് ശേഷം ബാബയുടെ മുന്നിൽ ബലി അർപ്പിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. പഹലെ സ്വീകാർ കോൻ ഹോത്താ ഹെ, ആദ്യം ആരുടെയാണ് സ്വീകരിക്കുന്നത്? ജോ പഹലെ സ്വീകാർ ഹോത്താ ഹെ ഉनको നമ്പർ 1 की ശക്തി മിൽത്തി ഹെ. ആരാണോ പഹലം സ്വീകരിക്കുന്നത്, ആദ്യം സ്വീകരിക്കുന്നത്, അവർക്ക് നമ്പർ 1 ശക്തി കിട്ടും. जो पहले स्वीकार नहीं होते उनको शक्ति भी इतनी प्राप्त नहीं होती. അതായത് ആദ്യം സ്വീകരിക്കുന്നില്ല എങ്കിൽ ബാബ പറഞ്ഞ അവർക്ക് അത്രയും ശക്തിയും പ്രാപ്തമാകുകയില്ല. അപ്പോൾ ഇവിടെ ബാബ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് ശക്തി എങ്ങനെയാണ് കിട്ടുന്നത്. അതായത് ഏതുപോലെ ബ്രഹ്മബാബ എല്ലാം സമർപ്പിച്ചപ്പോൾ ഒന്നും ഒരിക്കലും ചിന്തിച്ചില്ല ഇത് എങ്ങനെ ശരിയാവും, ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് ഒന്നും ചിന്തിക്കാതെ ബാബ പൂർണ്ണമായിട്ടും ശിവബാബയിൽ ബലിയർപ്പിച്ചു. അതുകൊണ്ട് തന്നെ ബാബ നമ്പർ 1 ശക്തിവാനുമായി, വിൽ പവർ അത്രയും തന്നെ ബാബയ്ക്ക് കിട്ടി. പക്ഷേ കുട്ടികൾ പലപ്പോഴും കുറേ ചിന്തിച്ചതിന് ശേഷം മാത്രമാണ് ബാബയിൽ ബലിയർപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ബാബ ഈ ചോദ്യം ചോദിക്കുന്നത്, ഏതാണ് ആദ്യം ബാബ സ്വീകരിക്കുന്നത്? അതായത് ആരാണോ ഒന്നും തന്നെ ചിന്തിക്കാതെ നിശ്ചിന്തമായിട്ട് ബാബയിൽ സമർപ്പിക്കുന്നത് അവരുടേതാണ് ബാബ സ്വീകരിക്കുന്നത്. അങ്ങനെ അവർക്ക് നമ്പർ 1 ശക്തിയും കിട്ടും. അപ്പോൾ ആരാണോ അങ്ങനെ ബാബയിൽ സമർപ്പിക്കാത്തത് അവരുടെ ശക്തിയും അതിനനുസരിച്ച് കുറയും എന്ന് ബാബ പറയാണ്. ഇസ് ബാത്ത് പർ സോച്ചന, बाप दादा वर्तमान के साथ भविष्य भी जानता है, तो भविष्य कर्म बंधन की रस्सियाँ देखकर इतनी तेज दौड़ नहीं पहनाते. അപ്പം ഭവൻ ഈ കാര്യത്തെക്കുറിച്ച് കുട്ടികളൊന്ന് ചിന്തിക്കണം. അതായത് ഞാൻ എത്രമാത്രം ആദ്യമേ തന്നെ നിശ്ചിന്തമായിട്ട് പൂർണ്ണ നിശ്ചയത്തോടെ ബാബയിൽ സമർപ്പിക്കുന്നു, അതോ ഞാൻ ചിന്തിച്ചാലോചിച്ചതിന് ശേഷമാണോ ബാബയിൽ സമർപ്പിക്കുന്നത്, ഇതിനെക്കുറിച്ച് കുട്ടികളൊന്ന് ചിന്തിക്കണം എന്ന് ബാബ പറയുകയാണ്. ബാപ്ദാദ വർത്തമാനക്കെ സാത്ത് ഭവിഷ്യവി ജാനത്തെ, വർത്തമാനത്തോടൊപ്പം കുട്ടികളുടെ ഭാവിയെയും ബാപ്ദാദയ്ക്ക് അറിയാം. അപ്പോൾ ഭാവി കർമ്മബന്ധൻ കി രസ്യാൻ ദേക്കർ, കർമ്മബന്ധനത്തിൻ്റെ കയറുകൾ കണ്ടിട്ട് ഇത്രയും ഫാസ്റ്റായിട്ട് ഓടാൻ കഴിയില്ല.
കർമ്മബന്ധനങ്ങൾ അങ്ങനെയാണുള്ളത്. ആത്മാവിന് ഫാസ്റ്റായിട്ട് ഓടാൻ കഴിയുന്നില്ല. കർമ്മബന്ധൻ കി രസിയോങ്കോ കാട്ടിന അപ്പന കർത്തവ്യ ഹേ. കർമ്മബന്ധനങ്ങളുടെ കയറുകളെ മുറിക്കുക എന്നുള്ളത് തൻ്റെ കർത്തവ്യമാണ്. അഗർ കോയി ഭി രസി ടൂട്ടി ഹുയി നഹി ഹോത്തി ഹേ തോ മൻ കി ഖിഞ്ചാവട്ട് ഹോത്തി രഹേങ്കി. അഥവാ ഏതെങ്കിലും കയറ് മുറിഞ്ഞിട്ടില്ല എങ്കിൽ മനസ്സിൻ്റെ ആകർഷണം അല്ലെങ്കിൽ മനസ്സിൻ്റെ വലിച്ചിൽ ആ ഭാഗത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഇസ്ലിയെ രസിയാൻ കട്ടുവാനേ കേലിയെ ടഹരേ ഹേ. അപ്പം അതുകൊണ്ടാണ് ആ കയറുകൾ മുറിച്ച് മാറ്റുന്നതിന് വേണ്ടിയാണ് നിൽക്കുന്നത്. രസിയാ അഗർ ടൂട്ടി ഹുയി ഹേ തോ ഫിർ കോയി രുക് സക്താ ഹേ. കയറുകളെല്ലാം മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ഇവിടെ നിൽക്കുമോ? ഛൂട്ടാ ഹുവ കബ് കോയി ഭി ബന്ധൻ മേ രുക് നഹി സക്ത. എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് മോചിതരായവർ ഒരു ബന്ധനത്തിലും തങ്ങുകയില്ല, നിൽക്കുകയില്ല, അവർ കുടുങ്ങുകയില്ല എന്ന് ബാബ പറയുകയാണ്. അപ്പം ബാബ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്, കർമ്മബന്ധനങ്ങളുടെ കയറുകൾ പൂർണ്ണമായിട്ടും പോയിട്ടില്ല, പൊട്ടിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത് എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. കർമ്മബന്ധനങ്ങളെ ഇല്ലാതാക്കേണ്ടത്, പൊട്ടിക്കേണ്ടത് അവരവരുടെ തന്നെ കർത്തവ്യമാണ്. അങ്ങനെ മുറിച്ച് മാറ്റിയാൽ മാത്രമേ നമുക്ക് ശക്തിയും വരികയുള്ളൂ എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. കർമ്മബന്ധനങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തരായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെയോട്ട് നിൽക്കുകയുമില്ല എന്ന്. आज के दिवस पर क्या करना है और अगले वर्ष के लिए क्या तैयारी करनी है वह सभी याद रखना है. ഇന്നത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടത്, ഈ വർഷം അടുത്ത വർഷത്തേക്ക് എന്ത് തയ്യാറാണാകേണ്ടത്, ഇതെല്ലാം ഇപ്പോഴും ഓർമ്മയിൽ വയ്ക്കണം. പ്രത്യേകിച്ചും 18:1 മുരളിയാണ് 70. അതായത് ഒരു വർഷം പിന്നിട്ടു ബാബ ദേഹം ത്യാഗം ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് ബാബ ഓർമ്മിപ്പിക്കുകയാണ്, അതായത് കുട്ടികൾ ഇന്നത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടത്, ഇനി അടുത്ത വർഷത്തേക്ക് നിങ്ങൾ എന്താണ് തയ്യാറാകേണ്ടത്, എങ്ങനെയാണ് തയ്യാറാകേണ്ടത്, അതും കൂടി ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വിദേഹി കോ യുഗൾ ബനായെങ്കിൽ തോ വിദേഹി ബന്നെ മേ സഹयोग മിലേഗ. വിദേഹിയെ തൻ്റെ കമ്പനിയാക്കുകയാണെങ്കിൽ, തൻ്റെ യുഗളാക്കുകയാണെങ്കിൽ വിദേഹിയാകുന്നതിൽ സഹയോഗം കിട്ടും. അതായത് വിദേഹി ശിവബാബയെ നമ്മൾ സ്വന്തം കൂട്ടുകാരനാക്കുകയാണ്, അല്ലെങ്കിൽ തൻ്റെ കമ്പനിയാക്കി മാറ്റുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വിദേഹിയാകുന്നതിന് വളരെ സഹായം കിട്ടും. വിദേഹി ബന്നെ മേ സഹयोग कम मिलता है, सफलता कम देखने में आती तो समझना चाहिए कि विदेही को युगल नहीं बनाया है. വിദേഹിയാകുന്നതിൽ സഹയോഗം കുറച്ചേ കിട്ടുന്നുള്ളൂ, അതിൽ വിജയവും കുറച്ചേ കാണുന്നുള്ളൂ എങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കണം, ഞാൻ വിദേഹി ബാബയെ എൻ്റെ കമ്പനി ആക്കിയിട്ടില്ല. വിദേഹിയായിട്ടുള്ള ബാബയെ ഞാൻ എൻ്റെ കമ്പനി ആക്കിയിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സഹയോഗം വിദേഹിയാകുന്നതിന് കിട്ടാത്തത്. അല്ലെങ്കിൽ എൻ്റെ ഈ വിദേഹിയാകുന്നതിലുള്ള പുരുഷാർത്ഥത്തിൽ വിജയം കുറച്ച് കിട്ടുന്നതിൻ്റെ കാരണം ഞാൻ യഥാർത്ഥ രൂപത്തിൽ ബാബയെ തൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കമ്പനിയാക്കിയിട്ടില്ല. कमाल इसको कहा जाता है जो मुश्किल बात को सहज करे. അത്ഭുതമെന്ന് ഇതിനെയാണ് പറയുന്നത്, പ്രയാസമായിട്ടുള്ള കാര്യത്തെ എളുപ്പമാക്കുന്നതിന്. സഹജ് ബാത്തോं को पार करना कोई कमाल नहीं है. സഹജമായിട്ടുള്ള എളുപ്പമായിട്ടുള്ള കാര്യത്തെ തരണം ചെയ്യുന്നത് ഒരു അത്ഭുതമൊന്നുമല്ല, അതൊരു വണ്ടറൊന്നുമല്ല എന്ന്. മുഷ്കിലാത്തോं को पार करना वह है कमाल. പ്രയാസങ്ങളെ തരണം ചെയ്യുക എന്നുള്ളതാണ് അത്ഭുതം. മുഷ്കിലാത്തോं को मुश्किल न समझकर चलना यह है कमाल. പ്രയാസങ്ങളെ പ്രയാസമായി മനസ്സിലാക്കാതെ ജീവിക്കുക എന്നുള്ളതാണ് അത്ഭുതം. അപ്പോൾ ഇവിടെ ബാബ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്, വളരെ ഈസിയായിട്ടുള്ളതിനെ, സഹജമായിട്ടുള്ളതിനെ തരണം ചെയ്തു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ശക്തിയൊന്നും വേണ്ട, അതൊരു അത്ഭുതവുമല്ല, അത് സാധാരണ ആർക്കും ചെയ്യാൻ സാധിക്കും. എന്നാൽ ഏത് കാര്യമാണോ പ്രയാസമായിട്ടുള്ളത്, ആ പ്രയാസമായിട്ടുള്ളതിനെ ഒരു പ്രയാസമായി കണക്കാക്കാതെ അതിനെ വളരെ സഹജമായിട്ടെടുത്ത് ജീവിക്കുക എന്നുള്ളതാണ് അത്ഭുതം. അപ്പം അതുകൊണ്ട് അങ്ങനെ കുട്ടികളായി തീരണം എന്ന് ബാബ നമ്മളെ ഉപദേശിക്കുകയാണ്.
अगर मुश्किलातों में जरा भी मुरझाया तो क्या होगा? അഥവാ പ്രയാസങ്ങളിൽ ലേശമെങ്കിലും വാടുകയാണ്, തളരുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? एक सेकंड में सौदा करने वाले कहाँ फंसते नहीं हैं. ഒരു സെക്കൻഡിൽ ബാബയുമായി വ്യാപാരം ചെയ്യുന്നവരെങ്ങും കുടുങ്ങിയൊന്നുമില്ല. ഫാസ്റ്റ് ജാനേ വാല കഹാം ഫസേഗ നഹി. ബാബ ചോദിക്കുക, ഫാസ്റ്റായിട്ട് പോകുന്നവർ എങ്ങും കുടുങ്ങുകയില്ല. ഫസ്നെ വാല ഫാസ്റ്റ് നഹി ജാ സക്കേഗ. കുടുങ്ങുന്നവർക്ക് ഒരിക്കലും ഫാസ്റ്റായിട്ട് പോകാനും കഴിയുകയില്ല. ലാസ്റ്റ് സ്ഥിതി കോ ദേഖ് ഫാസ്റ്റ് ജാനാ ഹേ. ലാസ്റ്റ് സ്ഥിതിയെ നോക്കി കുട്ടികൾ വളരെ ഫാസ്റ്റായിട്ട് പോകണം. അബുഭി ഫാസ്റ്റ് ജാനേക്ക ചാൻസ് ഹേ. ഇപ്പോഴും ഫാസ്റ്റായി പോകുന്നതിനുള്ള അവസരമുണ്ട്. സിർഫ് ഏക്ക് ഹൈ ജമ്പ് ലഗാനാ ഹേ. ഒരു ഹൈ ജമ്പ് കൊടുക്കണം, അത്രയും ചെയ്താൽ മതിയെന്ന് ബാബു പറയാണ്. ലാസ്റ്റ് മേ ഫാസ്റ്റ് നഹി ജാ സക്കെങ്കെ. അവസാനം ഫാസ്റ്റായിട്ട് പോകാം എന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. ലാസ്റ്റിൽ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് പോകാൻ കഴിയുകയില്ല. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് പോകാൻ കഴിയും. ഒരു ഹൈ ജമ്പ് കൊടുത്താൽ മാത്രം മതി എന്ന് ബാബു പറയാണ്. പ്രത്യേകിച്ച് യജ്ഞത്തിൻ്റെ ആദി സമയത്ത് വന്നിട്ടുള്ള ആദിരത്നങ്ങൾ ബാബു പറയാണ്, അവരെല്ലാം തന്നെ വലിച്ചെറിഞ്ഞിട്ട് വരുന്നതിന് വളരെ ഒരു സെക്കൻഡ് കൊണ്ടെല്ലാം അർപ്പണം ചെയ്തവരാണ്, വിൽ ചെയ്തവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെങ്ങും ഒരു കാര്യത്തിലും കുടുങ്ങുകയില്ല. നിങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ പോകാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കുടുങ്ങുന്നവരല്ല, വളരെ ഫാസ്റ്റായിട്ട് പോവുക തന്നെ വേണം എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. ഓം ശാന്തി. 18:1:70 മുരളിയുടെ സമാപിക്കുന്നു. ഓം ശാന്തി. 22:1:70 അവ്യക്ത ബാബ്ദാദ. മുരളിയുടെ സാരം. അന്തിം കോഴ്സ് മൻ കെ ഭാവോം കോ ജാനന. അന്തിമ കോഴ്സ് മനസ്സിൻ്റെ ഭാവങ്ങളെ അറിയുക. ബാബ ചോദിക്കുകയാണ്, സബി കഹാം ബൈഠേ ഹോ ഔർ ക്യാ ദേഖ് രഹേ ഹോ. എല്ലാവരും എവിടെയാണ് ഇരിക്കുന്നത്, എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? അവ്യക്ത സ്ഥിതി മേ സ്ഥിത് ഹോ അവ്യക്ത രൂപ കോ ദേഖ് രഹേ ഹോ വ വ്യക്ത മേ അവ്യക്ത കോ ദേഖ്നെ കാ പ്രയത്ന കർത്തേ ഹോ. അവ്യക്ത സ്ഥിതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് അവ്യക്ത രൂപത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണോ, അതോ വ്യക്തത്തിൽ അവ്യക്തത്തെ കാണുന്നതിനുള്ള പ്രയത്നം ചെയ്യുകയാണോ? അപ്പം ബാബ ചോദിക്കുകയാണ്, നമ്മൾ ഓരോരുത്തരും അവ്യക്ത സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുകയാണോ, എന്നിട്ട് അവ്യക്ത രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ബാബയെ കണ്ടുകൊണ്ടിരിക്കുകയാണോ, അതോ വ്യക്തത്തിൽ അവ്യക്തത്തെ കാണുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയാണോ? അതായത് നമ്മൾ നമ്മുടെ സ്ഥിതിയിൽ ശ്രദ്ധിക്കുന്നില്ലേ എന്ന് ബാബ ചോദിക്കുകയാണ്. ഇസ് ദുനിയാമേ ആവാജ്. ഈ ലോകത്ത് ശബ്ദമുണ്ട്. അവ്യക്ത ദുനിയാമേ ആവാസ് നഹി ഹെ. അവ്യക്ത ലോകത്ത് ശബ്ദമില്ല. ഇസ്ലിയെ ബാപ് സഭി ബച്ചോं को आवाज़ से परे ले जाने की ड्रिल सिखला रहे हैं. അതുകൊണ്ട് ബാബ എല്ലാ കുട്ടികളെയും ശബ്ദത്തിനുപരിയായി കൊണ്ടുപോകുന്നതിനുള്ള ഡ്രില്ല് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ ലോകം ശബ്ദത്തിൻ്റെ ലോകമാണ്. ബാബ നമ്മളെ പഠിപ്പിക്കുന്നത്, അഭ്യസിപ്പിക്കുന്നത് നിശബ്ദതയുടെ ലോകത്തേക്ക് യാത്ര ചെയ്യാനാണ്. ഏക് സെക്കൻഡ് മേ ആവാജ് മേ ആന, ഏക് സെക്കൻഡ് മേ ആവാജ് സേ പരേ ഹോ ജാന. ഒരു സെക്കൻഡിൽ ശബ്ദത്തിൽ വരികയും ഒരു സെക്കൻഡിൽ തന്നെ ശബ്ദത്തിനുപരിയായി തീരുകയും വേണം. ഐസാ അഭ്യാസ് ഇസ് വർത്തമാൻ സമയമേ ബഹുത് ആവശ്യക് ഹൈ. അങ്ങനെയുള്ള അഭ്യാസം ഈ വർത്തമാന സമയത്ത് വളരെ ആവശ്യമാണ്. വഹ് സമയ ഭി ആയേഗ
जैसे जैसे अव्यक्त स्थिति में स्थित होते जाएंगे वैसे वैसे नैनों के इशारों से किसके मन के भाव को जान जाएंगे. അങ്ങനെ ഒരു സമയം വരും. ഏതുപോലെ അവ്യക്തസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു അതിനനുസരിച്ച് കണ്ണുകളുടെ സൂചനയിലൂടെ മറ്റൊരാളുടെ മനസ്സിൻ്റെ ഭാവങ്ങളെയും മനസ്സിലാവും. അപ്പം ബാബു പറയണം, എത്രമാത്രം ശബ്ദത്തിനുപരിയായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും മറ്റുള്ളവരുടെ മനസ്സിൻ്റെ ഭാവങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. कोई से बोलने व सुनने की आवश्यकता नहीं होगी. ആരോടെങ്കിലും പറയുകയോ അല്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലും കേൾക്കുകയോ ചെയ്യേണ്ട ആവശ്യം വരികയില്ല. ഐസാ സമയം അബ് ആനെ വാല ഹെ. അങ്ങനെയുള്ള സമയം ഇപ്പോൾ വരാൻ പോവുകയാണ്. ജൈസെ ബാപ് ദാദാ के सामने जब आते हो तो बिना सुनाए हुए भी आप सभी के मन के संकल्प मन के भावों को जान लेते हैं. അപ്പോൾ ഏതുപോലെ ബാബ്ദാദയുടെ മുന്നിൽ ആരെങ്കിലും വരുമ്പോഴാണ് കേൾപ്പിക്കാതെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ സങ്കല്പങ്ങളെ മനസ്സിൻ്റെ ഭാവങ്ങളെ ബാബ അറിയുന്നുണ്ട്. അപ്പോൾ ബാബ പറയുകയാണ്, ബാബയുടെ മുന്നിൽ ആരെങ്കിലും വരുമ്പോഴാണ് കുട്ടികളൊന്നും ബാബയോട് കേൾപ്പിക്കാതെ തന്നെ കുട്ടികളുടെ മനസ്സിൽ എന്താണ് എന്തുദ്ദേശിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ എന്ത് സങ്കല്പമാണുള്ളത് എന്ന് ബാബയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. वैसे भी आप बच्चों को भी यही अंतिम കോഴ്സ് പഠന है. അപ്പം അതേപോലെ കുട്ടികളാകുന്ന നിങ്ങൾക്കും അന്തിമ കോഴ്സ് ഇത് തന്നെയാണ് പഠിക്കേണ്ടത്. പറയാതെ തന്നെ ചോദിക്കാതെ തന്നെ ഒരാളിൻ്റെ മനസ്സിൻ്റെ ഭാവം എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ അന്തിമ കോഴ്സ്. അത് കുട്ടികൾ പ്രാക്ടീസ് ചെയ്യണം. മനസ്സിൻ്റെ അവസ്ഥയെ നിശബ്ദതയിലേക്ക് യാത്ര ചെയ്യിക്കണം എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. जैसे मुख की भाषा कही जाती है वैसे ही फिर रूहों की रूहान होती है. ഏതുപോലെ മുഖത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നുണ്ടല്ലോ, അതേപോലെ ആത്മാക്കളുടെയും സംഭാഷണമുണ്ട്. മുഖത്തിൻ്റെ ഭാഷ അതേപോലെ തന്നെ ആത്മാക്കളുടെ സംഭാഷണം. ജിസെ റൂഹ് റൂഹാൻ കേത്തെ, അതിനെയാണ് ആത്മാ സംഭാഷണം എന്ന് പറയുന്നത്. അത് മുഖത്തിലൂടെയുള്ളതല്ല, മനസ്സിൻ്റെ ഭാവങ്ങളെ മനസ്സുകൊണ്ട് മനസ്സിലാക്കുന്നതാണ്. അതിനെയാണ് ബാബ റൂഹ് റൂഹാൻ എന്ന് പറയുന്നത്. तो रूह भी रूह से बात करते हैं. ആത്മാവും ആത്മാവിനോട് സംസാരിക്കുന്നുണ്ട്. ലേക്കിൻ കൈസെ, എന്നാൽ എങ്ങനെയാണ്? ബാബ ചോദിക്കുകയാണ്. നമ്മൾ സാധാരണ മുഖത്തിലൂടെയുള്ള ഭാഷയാണ് നമുക്ക് കൂടുതൽ പരിചയം. എന്നാൽ ആത്മാവ് ആത്മാവിനോട് സംസാരിക്കും. അതിനെ തന്നെയാണ് ബാബ എപ്പോഴും റൂഹ് റൂഹാൻ എന്ന് പറയുന്നത്. പക്ഷെ അതെങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ക്യാ റൂഹോം കി ബാത്തേ മുഖ് സേ ഹോത്തി ഹെ? ആത്മാവിൻ്റെ കാര്യങ്ങൾ ആത്മാക്കളുടെ കാര്യം മുഖത്തിലൂടെയാണോ? जैसे जैसे रूहानी स्थिति में स्थित होते जाएंगे वैसे वैसे रूह की बात को ऐसे ही सहज और स्पष्ट जान लेंगे. അപ്പം ഏതുപോലെ ആത്മീയ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു അതേപോലെ ആത്മാവിൻ്റെ കാര്യത്തെ അങ്ങനെ സഹജവും സ്പഷ്ടവുമായിട്ടറിയും. അപ്പം ബാബു പറയണത്, ഏതുപോലെ ആത്മീയ സ്ഥിതിയിൽ നമ്മൾ സ്ഥിതി ചെയ്യുന്നു, ആത്മസ്വരൂപത്തിൽ ആത്മാവിൻ്റെ ഓർമ്മയിൽ നമ്മൾ സ്ഥിതി ചെയ്യുന്നു, അതേപോലെ തന്നെ ബാബ പറയുകയാണ്, അതായത് റൂഹ് കി ബാത്തുക്കോ ഐസേ ഹി സഹജവും സ്പഷ്ട ജാണ്ടി. വളരെ സഹജവും സ്പഷ്ടവുമായിട്ട് ഒരാത്മാവിന് മറ്റൊരാത്മാവിൻ്റെ മനസ്സിൻ്റെ ഭാവങ്ങളെ അറിയാൻ കഴിയും. जैसे इस दुनिया में मुख द्वारा वर्णन करने से एक दो के भाव को जानते हो. അപ്പോൾ ഏതുപോലെ ഈ ലോകത്ത് മുഖത്തിലൂടെ വർണ്ണിക്കുമ്പോൾ ഒരാളിൻ്റെ ഭാവത്തെ അറിയാൻ കഴിയും. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് അങ്ങനെയാണല്ലോ, അവരിങ്ങനെയാണ് അല്ലെങ്കിൽ ഇവരിങ്ങനെയാണ്,
അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് ശബ്ദത്തിലൂടെയാണ്, ഭാഷയിലൂടെയാണ്, മുഖത്തിൻ്റെ. अच्छा, तो इसके लिए जिस बात की धारणा की आवश्यकता है, അപ്പോൾ ഇതിനു വേണ്ടി ഏത് കാര്യത്തിൻ്റെ ധാരണയാണ് വേണ്ടത്? അപ്പം നമ്മൾ ഒരാളിൻ്റെ മനസ്സിൻ്റെ ഭാവത്തെ പറയാതെ തന്നെ, ചോദിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതെങ്ങനെയാണ്? അതിനുവേണ്ടി നമ്മൾ എന്ത് പുരുഷാർത്ഥമാണ് ചെയ്യേണ്ടത്, എന്ത് ധാരണയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ബാബ ചോദിക്കുകയാണ്. तो इसके लिए विशेष इस बात की आवश्यकता है जो सदैव बुद्धि की लाइन क्लियर हो. വിശേഷിച്ച് ഈ കാര്യത്തിൻ്റെ ആവശ്യമാണുള്ളത്. അതായത് എപ്പോഴും ബുദ്ധിയുടെ ലൈൻ ക്ലിയർ ആയിരിക്കണം. ബുദ്ധി എപ്പോഴും ഒരേയൊരു ബാബയിൽ മാത്രമായിരിക്കണം. कोई भी अपनी बुद्धि में व मन में डिस्टर्बेंस होगा व लाइन क्लियर न होगी तो एक दो के संकल्प और भाव को जान नहीं सकेंगे. അപ്പം ബാബ പറയാണ്, ബുദ്ധിയിൽ അഥവാ മനസ്സിൽ ഏതെങ്കിലും ഡിസ്റ്റർബൻസസ് ഉണ്ടെങ്കിൽ അഥവാ ലൈൻ ക്ലിയർ അല്ല എങ്കിൽ പരസ്പരം സങ്കല്പങ്ങളെ അല്ലെങ്കിൽ ഭാവങ്ങളെ അറിയാൻ കഴിയില്ല. അപ്പം നമ്മുടെ ബുദ്ധിയിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ട്, മനസ്സിൽ ഏതെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ട് എങ്കിൽ നമുക്ക് പരസ്പരം ഭാവങ്ങളെ അറിയാൻ കഴിയുകയില്ല എന്ന് ബാബ പറയാണ്. लाइन क्लियर न होने के कारण अपने संकल्पों की मिसचैरिटी हो सकती है. ലൈൻ ക്ലിയർ അല്ലാത്തത് കൊണ്ട് നമ്മുടെ സങ്കല്പങ്ങളും കൂടി ചേർന്നിട്ടുള്ള ഒരു ഭാവമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതായത് അവരുടെ മനസ്സിൽ നടക്കുന്നത് ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാവില്ല. കാരണം നമ്മുടെ മനസ്സിൻ്റെ ലൈൻ ക്ലിയർ അല്ല. നമ്മൾ കുറേ സങ്കല്പങ്ങൾ വ്യർത്ഥമായിട്ടുള്ള നടക്കുന്നുണ്ട് എങ്കിൽ എന്താണോ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സങ്കല്പങ്ങൾ അതുമായി ചേർന്നിട്ടേ നമുക്ക് അവരുടെ സങ്കല്പത്തെ മനസ്സിലാകുകയുള്ളൂ എന്ന് ബാബ പറയാണ്. इसलिए हर एक को देखना चाहिए कि हमारी बुद्धि की लाइन क्लियर है. അതുകൊണ്ട് ഓരോരുത്തർക്കും ഇത് നോക്കണം, എൻ്റെ ബുദ്ധിയുടെ ലൈൻ ക്ലിയർ ആണോ. ഓരോരുത്തരും അവരവരെ നോക്കണം, എൻ്റെ ബുദ്ധി ക്ലീൻ ആൻഡ് ക്ലിയർ ആണോ, എൻ്റെ ലൈൻ ക്ലിയർ ആണോ. बुद्धि में कोई भी किसी प्रकार का विघ्न तो नहीं सताता है. അതായത് ബുദ്ധിയിൽ ഏതെങ്കിലും പ്രകാരത്തിലുള്ള വിഘ്നങ്ങൾ അതായത് വേദനിപ്പിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിനെ കഷ്ടപ്പെടുത്തുന്നില്ലല്ലോ എന്ന് നോക്കണം. अटूट अटल अथक यह तीनों ही बातें जीवन में हैं. അതായത് അഖണ്ഡവും അതേപോലെ അചഞ്ചലവും അക്ഷീണവും, ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് ബാബ ചോദിക്കുകയാണ്. അതായത് ഒന്ന്, ഒരിക്കലും ഖണ്ഡനം ഉണ്ടാവരുത്, അതേപോലെ അതിൽ കുലുക്കങ്ങളുണ്ടാവരുത്, അതുപോലെ ക്ഷീണം ഉണ്ടാകരുത്. അഖണ്ഡമായിരിക്കണം, അചഞ്ചലമായിരിക്കണം, അക്ഷീണമായിരിക്കണം. अगर इन तीनों बातों में से एक बात भी कमी है तो समझना चाहिए कि बुद्धि की लाइन क्लियर नहीं है. അഥവാ ഈ മൂന്ന് കാര്യങ്ങളിൽ ഒരു കാര്യമെങ്കിലും കുറവുണ്ട് എങ്കിൽ മനസ്സിലാക്കണം ബുദ്ധിയുടെ ലൈൻ ക്ലിയർ അല്ല എന്ന്. जब बुद्धि की लाइन क्लियर हो जाएगी तो उसकी स्थिति स्मृति क्या होगी. ബുദ്ധിയുടെ ലൈൻ ക്ലിയർ ആയി കഴിയുമ്പോൾ അവരുടെ സ്ഥിതിയും സ്മൃതിയും എന്താകും. जितनी जितनी बुद्धि की लाइन अर्थात पुरुषार्थ की लाइन क्लियर होगी उतना उतना क्या स्मृति में रहेगा. എത്രമാത്രം ബുദ്ധിയുടെ ലൈൻ അർത്ഥം പുരുഷാർത്ഥത്തിൻ്റെ ലൈൻ ക്ലിയർ ആകുന്നു അത്രയും എന്ത് ഓർമ്മയിൽ വരും. कोई भी बात में उनके सामने भविष्य ऐसा ही स्पष्ट होगा जैसे वर्तमान स्पष्ट होता है. ഏത് കാര്യവും അവരുടെ മുന്നിൽ, പ്രത്യേകിച്ചും ഭാവി, അങ്ങനെ സ്പഷ്ടമായി കാണും ഏതുപോലെ വർത്തമാനം സ്പഷ്ടമായി കാണുന്നു. തൻ്റെ ഭാവി എന്താണെന്നുള്ളത് അവർക്ക് സ്പഷ്ടമായിട്ട് അനുഭവം ഉണ്ടാവും, ഏതുപോലെ ഈ സമയം നമ്മുടെ മുന്നിൽ സ്പഷ്ടമാണോ. അപ്പം ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്, നമ്മുടെ ബുദ്ധിയുടെ ലൈൻ വളരെ ക്ലിയർ ആണെങ്കിൽ, പുരുഷാർത്ഥത്തിൻ്റെ ലൈൻ ക്ലിയർ ആണെങ്കിൽ അവരുടെ ഭാവി അവരുടെ മുന്നിൽ വളരെ സ്പഷ്ടമായിരിക്കും.
उसके लिए वर्तमान और भविष्य एक समान हो जाएगा. അവർക്ക് വർത്തമാനവും ഭാവിയും ഒരേപോലെയാകും. जैसे आजकल साइंसदानों ने कहाँ कहाँ की बातों को इतना स्पष्ट दिखाया है जो दूर की चीज़ भी नज़दीक नजर आती हैं. ഇപ്പോൾ ബാബു പറയണ ഏതുപോലെ ഇന്ന് സയൻസ് എവിടെയുള്ള കാര്യങ്ങളെ ഇത്രയും സ്പഷ്ടമായി കാണിക്കുന്നുണ്ട്. അതായത് ദൂരെയുള്ള വസ്തുവും വളരെ സമീപം കാണുന്നുണ്ട്. അതായത് സയൻസ് അങ്ങനെയുള്ള ഉപകരണങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്ര ദൂരെയുള്ള കാര്യമാണെങ്കിലും കൺമുന്നിൽ വളരെ സ്പഷ്ടമായിട്ട് അത് കാണാൻ സാധിക്കുന്നുണ്ട്. इसी रीति से जिसका पुरुषार्थ क्लियर होगा उनको भविष्य की हर बात दूर होते भी नज़दीक दिखाई पड़ेगी. അപ്പോൾ ഇതേപോലെ ആരുടെ പുരുഷാർത്ഥമാണോ ക്ലിയറായിട്ടുള്ളത് അവർക്ക് തൻ്റെ ഭാവിയിലെ ഓരോ കാര്യവും ദൂരെയാണെങ്കിലും വളരെ അടുത്ത് തന്നെ കാണപ്പെടും. അപ്പോൾ ബാബ പുരുഷാർത്ഥത്തിൻ്റെ ലൈൻ ക്ലിയർ ആക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ബുദ്ധിയിൽ വേറെ ഡിസ്റ്റർബൻസസ് ഒന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഭാവി നമുക്ക് വളരെ സ്പഷ്ടമായിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്യണമെങ്കിൽ നമ്മുടെ ലൈൻ ക്ലിയർ ആകുന്നതിനനുസരിച്ച് അത് നടക്കുകയുള്ളൂ. जैसे आजकल टेलीविज़न में देखते हैं तो सभी स्पष्ट दिखाई पड़ता है ना. ഏതുപോലെ ടെലിവിഷനിൽ എല്ലാം സ്പഷ്ടമായി കാണുന്നുണ്ടല്ലോ. तो उनकी बुद्धि और उनकी दृष्टि टेलीविज़न की भांति सभी बातें स्पष्ट देखेंगी और जानेंगी. അപ്പോൾ അവരുടെ ബുദ്ധിയും അവരുടെ ദൃഷ്ടിയും ടെലിവിഷനെ പോലെ എല്ലാ കാര്യങ്ങളും സ്പഷ്ടമായി കാണുകയും സ്പഷ്ടമായി അറിയുകയും ചെയ്യും. അപ്പോൾ ബാബ പറയാണ് ആരുടെ ബുദ്ധിയുടെ ലൈനാണോ ക്ലിയറായിട്ടുള്ളത്, ആരുടെ പുരുഷാർത്ഥമാണോ ബാബ പറയുന്ന ബാബ തന്നുകൊണ്ടിരിക്കുന്ന ശ്രീമത്തിനനുസരിച്ച് ക്ലിയറായി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരുടെ ഓരോ അവസ്ഥ എത്ര ശ്രേഷ്ഠമായിരിക്കും എന്ന് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് അവരുടെ ബുദ്ധി അതുപോലെ അവരുടെ ദൃഷ്ടി ഒരു ടെലിവിഷൻ പോലെ പ്രവർത്തിക്കും. അതായത് ഓരോ കാര്യങ്ങളും വളരെ സ്പഷ്ടമായി കാണാൻ സാധിക്കും, അതേപോലെ തന്നെ അറിയാനും കഴിയും. और कोई भी बात में पुरुषार्थ की मुश्किलात नहीं रहेंगी. ഒരു കാര്യത്തിലും പുരുഷാർത്ഥത്തിൻ്റെ പ്രയാസം തോന്നുകയില്ല. तो वह अनुभव वह अंतिम स्थिति की परख अपने आप में देखो कि कहाँ तक अंतिम स्थिति के नज़दीक है. അപ്പം ബാബ പറയുകയാണ് ഈ അനുഭവം അന്തിമസ്ഥിതിയുടെ തിരിച്ചറിവ് ഓരോരുത്തരും അവരവരിൽ നോക്കൂ, എവിടം വരെ അന്തിമസ്ഥിതിയുടെ സമീപം ഞാൻ എത്തിയെന്ന്. അതായത് എനിക്ക് എൻ്റെ ഭാവി സ്പഷ്ടമായി കാണാൻ കഴിയുന്നുണ്ടോ? ഏതുപോലെ ടെലിവിഷനിൽ നമ്മൾ ദൂരെയുള്ള കാര്യങ്ങൾ സ്പഷ്ടമായി കാണുന്നു, അറിയുന്നു, അതേപോലെ എൻ്റെ ഭാവി, വരാൻ പോകുന്ന ഭാവി ഇത് വളരെ സ്പഷ്ടമായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നുണ്ടോ, അതുപോലെ അറിയാൻ കഴിയുന്നുണ്ടോ? അപ്പോൾ അതാണ് ബാബ പറയുന്നത്, ഓരോരുത്തരും അവരവരുടെ ഭാവിയെക്കുറിച്ച് അല്ലെങ്കിൽ അവരവരുടെ സ്ഥിതിയെക്കുറിച്ച് തിരിച്ചറിയൂ. जैसे सूर्य अपने जब पूरे प्रकाश में आ जाता है तो हर चीज़ स्पष्ट देखने में आती है. ഏതുപോലെ സൂര്യൻ തൻ്റെ പൂർണ്ണ പ്രകാശത്തിലേക്ക് വരുമ്പോൾ ഓരോ വസ്തുവും സ്പഷ്ടമായി കാണാൻ സാധിക്കും. जो अंधकार है, धुंध है, वो सभी खत्म हो जाता है. അതായത് ഇരുട്ടോ പൊടിപടലങ്ങളോ അതെല്ലാം പൂർണ്ണമായിട്ടും ഇല്ലാതാകും. इसी रीति जब सर्वशक्तिवान ज्ञान सूर्य के साथ अटूट संबद्ध है तो अपने आप में भी ऐसे ही हर बात स्पष्ट देखने में आएगी. അപ്പം ഇതേപോലെ സർവശക്തിവാൻ ജ്ഞാനസൂര്യനായ ബാബയുമായിട്ട് തൻ്റെ ബന്ധം അഖണ്ഡമായിട്ടുള്ള ഒരിക്കലും മുറിയാത്ത ബന്ധം വരുമ്പോൾ തന്നിലും അങ്ങനെ ഓരോ കാര്യവും സ്പഷ്ടമായി കാണാൻ കഴിയും. അപ്പം ബാബർ ഏതുപോലെ സൂര്യൻ്റെ വെളിച്ചം പൂർണ്ണമായിട്ടും വ്യാപിച്ചു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ സ്പഷ്ടമായിട്ട് കാണാൻ സാധിക്കും. അവിടെ പൊടിയോ അല്ലെങ്കിൽ അഴുക്കുകളോ ഒന്നും തന്നെ ഉണ്ടാകുകയില്ല. അതേപോലെ ജ്ഞാനസൂര്യനായ ശിവബാബയുമായിട്ട് നമ്മുടെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ബന്ധം അങ്ങനെ ക്ലീൻ ആൻഡ് ക്ലിയറായി തീരുമ്പോൾ അത്രയും തന്നെ നമ്മുടെ ഭാവിയും നമുക്ക് സ്പഷ്ടമായി കാണാനും അറിയാനും കഴിയും എന്ന് ബാബ പറയുകയാണ്. അപ്പം അതേപോലെ നമ്മുടെ പുരുഷാർത്ഥത്തിൻ്റെ ലൈൻ ക്ലിയർ ആക്കുന്നതിനും
അതേപോലെ നമ്മുടെ ബുദ്ധിയുടെ ലൈൻ ക്ലിയർ ആക്കുന്നതിന് വേണ്ടിയുള്ള പുരുഷാർത്ഥം അഥവാ പ്രയത്നം നമുക്കെപ്പോഴും ചെയ്യാം. അങ്ങനെയുള്ള ആ ഒരു ശുഭമായിട്ടുള്ള സങ്കല്പത്തിൽ ബാബയുടെ മുരളിയുടെ നിർത്തുകയാണ്. ഓം ശാന്തി.